ഇവിടെ നോക്കാക്കോ കൊറേ പൈപ്പ് ഉണ്ട് കണ്ടോ, മോളിന്നൊക്കെ വരുന്നുണ്ട്. ഇതെന്താ സംഭവം, ഇതൊന്ന് പറഞ്ഞുതരുമോ? ഇത് കൊറേ പൈപ്പ് ഇറങ്ങാനും വലിയ ഫിൽറ്ററാണ് ഈ വെച്ചിക്കണേ. ഇതെന്താ ഇത്രയും വലിയ ഫിൽറ്റർ ഒക്കെ വെക്കാൻ കാരണം? ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ശരിക്കും? നമ്മൾ ചെറിയ ഒരു വീടാവുമ്പോൾ ഇത് നമ്മളെ ബിൽഡിംഗ് ഒന്നും അല്ലല്ലോ, ഒരു വീടല്ലേ, അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നുണ്ടോ? അതായത് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കച്ചറകളൊക്കെ ഓട്ടോമാറ്റിക്കലി പോയി, നമ്മൾ ഇരുന്ന് തേച്ചിറക്കൊന്നും വേണ്ട. അപ്പൊ ഹലോ പിന്നെ ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്നും ചെയ്യുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മുന്നത്തെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇതിപ്പോൾ പൊതുവേ എല്ലാവരും 5-10 സെൻറ്റിൻ്റെ അടിയിലൊക്കെ വീട് പണി നടക്കുന്ന ആളുകളുണ്ടാവും. പിന്നെ അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതെന്താ സംഭവിച്ചാല് നമ്മള് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇന്നത്തെ കാലത്ത് 3 സെന്റ് 5 സെന്റ് 10 സെന്റിലൊക്കെയാണ് ഓരോ വീട് വരുന്നത്. ഈ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ നമ്മുടെ കിണർ അല്ലെങ്കിൽ കോയിൽ കിണറൊക്കെ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം മലിനമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മാത്രമല്ല ഓരോ ഏരിയയിലും വെള്ളത്തിന്റെ അവസ്ഥകൾ മാറ്റണ്ടാവും. നമ്മൾ പ്രകൃതിയിൽ ഒരുപാട് വേസ്റ്റേജ് വരുന്ന ടൈമും കൂടിയാണ്. ഇപ്പൊ കാലഘട്ടം മാറുന്നതനുസരിച്ച് പ്രകൃതിയിൽ വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല, വേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു പ്ലാനും കൂടെയാണ് വാട്ടർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ളത്. അതെന്താ ഇതിന്റെ ഒരു പ്ലാന് വരാനുള്ള ഒരു മറ്റൊരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ചെറുവട്ടത്തെ ഹെൽത്തിന്റെ സാറാണ് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണെങ്കിലും വെള്ളം മലിനമാകും, വെള്ളത്തിലൂടെയാണ് കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ മക്കളിലേക്കും നമ്മളിലേക്കൊക്കെ വരുന്നത്. അപ്പൊ അതെന്താണെങ്കിലും ക്ലിയർ ആക്കണം എന്നുള്ളത്. അപ്പൊ അന്ന് സാറിനെ മുന്നോട്ട് വെച്ചത് വാട്ടർ ഫിൽറ്ററുകൾ വെക്കേണ്ടി വരും എന്നുള്ളതാണ്. എല്ലാ വീട്ടിലും ഇതിന്റെ ഒരു ആവശ്യം അത്യാവശ്യമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വാട്ടർ ഫിൽറ്ററിനെ ഈ ഒരു പ്യൂരിഫിക്കേഷനെ കുറിച്ചിട്ട് വെള്ളം നമ്മൾ കുടിക്കണം മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നതും, നമ്മൾ തലയിലൊക്കെ വെള്ളം ഒഴിക്കുമല്ലോ അല്ലെ, അപ്പൊ ഉപയോഗിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളമൊക്കെ എങ്ങനെ ശുദ്ധമാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. രണ്ടാമത്തേത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം വീണ്ടും നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ. മഴ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വെള്ളം വളരെ കുറവാണ്. അതായത് വെള്ളം എന്താ പറയാ ശേഖരിക്കപ്പെടുന്നില്ല. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് പിന്നെ നമ്മളെ സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഒരാളെ പരിചയപ്പെട്ടു. ആള് അധ്യാപകനാണ്. അത്യാവശ്യം നല്ലോണം വൈഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിരുന്ന് ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഫുള്ള് തലയിൽ കയറില്ലല്ലോ. അപ്പൊ അവർക്ക് കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാവുന്ന പറഞ്ഞ പോലെ തന്നെ അധ്യാപകന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ബിസിനസ്സുകാരനിലേറെ പിന്നെ ഒരു അധ്യാപകനാകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു മൈൻഡ് മനസ്സിലാവും. അപ്പോൾ ഒരു പറഞ്ഞു, നമ്മൾ പെരിന്തൽമണ്ണ തിരൂർക്കാട് നമ്മളൊരു സൈറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ വരും, നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അത് കാണാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. അതെ, അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാവാം അല്ലേ. അപ്പൊ നമുക്ക് പോവാം. പേര് അപ്പോൾ കുറച്ച് സംസാരിക്കാം. ഹായ്, അപ്പോൾ ഇതാണ് നമ്മളെ മാഷിനെ ഒറിജിനൽ. അപ്പോൾ നമ്മളെ സർവീസും കാര്യങ്ങളെ കുറിച്ചൊന്ന് നിങ്ങൾ നമ്മളെ പിന്നെ വ്യൂവേഴ്സിനോട് പറഞ്ഞു കൊടുത്താണ്. ഓക്കെ, എൻ്റെ പേര് PM സാദിഖ്. മലപ്പുറത്ത് ബെറ്റൻ ബിറോ കെയർ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ 6ഓളം കമ്പനികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് റെസിഡൻഷ്യൽ സെഗ്മെൻറ്റൊക്കെ ഒരു കമ്പനി ഉണ്ട്, കമേഴ്ഷ്യൽ സെഗ്മെൻറ്റ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സെഗ്മെൻറ്റ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പഴയതും വലുതുമായിട്ടുള്ള വെള്ളം പരിശോധിക്കുന്ന ലബോറട്ടറി ബെറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത്തരം അത് നമ്മൾ മാത്രം നടത്തിയാൽ പോരാ, പുതിയൊരു തലമുറയിലോട്ട് കുറേ ആൾക്കാരെ നമുക്ക് ഈ മേഖലയിലോട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 4ഓളം യൂണിവേഴ്സിറ്റികളോട് ടൈപ്പ് ചെയ്തിട്ട് ബെറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് പുതിയ അഥവാ ഇതിൻ്റെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഓരോ പിന്നെ 2-3 മാസം കഴിയുമ്പോൾ നമുക്കൊരു 10-20 കുട്ടികളെ വെച്ചിട്ട് ഈ ഫീൽഡിലോട്ട് അവർക്ക് സ്വന്തമായിട്ട് പിന്നെ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനും മറ്റുള്ളതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ അവർക്ക് അല്ലാതെ നമ്മൾ ഒരു കൊളാബറേറ്റ് ചെയ്യാം, ഞാൻ മാത്രം കൂടില്ല. അതുകൊണ്ട് തന്നെ എത്ര പേര് നമ്മളെ കൂടെ ഉണ്ടോ അത്ര കൂടെ നമുക്ക് സർവീസ് ദിവസം കൂടുന്തോറും സാധ്യതകൾ നമ്മളൊരു കൺസെപ്റ്റാണ് പൊല്യൂഷൻ ഫ്രീ ഹോംസ് എന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ ഒരു സൈറ്റ് സംഭവിക്കാവുന്ന എല്ലാതരം പൊല്യൂഷനും ആ സൈറ്റിൽ തന്നെ ഇല്ലാതായി കൊടുക്കുക. ഗ്രീൻ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, ഞാനിപ്പോൾ IGBC ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ എത്ര വലിയ വീടും വെച്ചോളി, പക്ഷേ ആ വീട് കൊണ്ട്
പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നിങ്ങൾക്ക് സ്വയം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നിങ്ങളത് അയൽവാസികൾക്കും മറ്റും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സർവീസായിട്ട് നമ്മൾ കൊടുത്തതാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ കൺസൾട്ടൻസി. രണ്ടാമത്തെ ഭാഗം നമ്മളെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് കൺട്രോൾ ചെയ്യുന്നത് 70% നമ്മൾ കുടിക്കുന്ന വെള്ളമാണ്. കുടിക്കുന്ന വെള്ളത്തിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വെള്ളത്തിലൂടെയാണ് ലോകാരോഗ്യ സംഘടന ഒക്കെ പറയുന്നത് 50% അസുഖങ്ങൾ വരുന്നത് വെള്ളത്തിലൂടെയാണ്, ജലജന്യ രോഗങ്ങളാണ്. ബാക്കി ഒരു 30% അസുഖങ്ങൾ നല്ല വെള്ളം കുടിച്ചാൽ വേറെ രീതിയിൽ ഇപ്പോൾ ഭക്ഷണത്തിൽ കൂടി പൊടി കൂടിയും എൻവയൺമെൻറ്റ് കൂടിയൊക്കെ വരുന്ന മറ്റുള്ള അസുഖങ്ങളും നല്ല വെള്ളം കുടിച്ചാൽ ഒഴിവാക്കാനും പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഈ വീടിനോട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വീട്ടുകാർക്ക് അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, കുടിവെള്ളം ശുദ്ധീകരിക്കുക. അപ്പോൾ കുടിവെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ കുടിവെള്ളം ശുദ്ധീകരിക്കേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല വെള്ളത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരങ്ങളായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വെള്ളം പരിശോധിച്ചിട്ട് ഇവിടുത്തെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ പ്രശ്നം ഉണ്ടോ ഇല്ലയോ നോക്കണം. ഇപ്പോൾ അവിടെ ജനറലി അവരുടെ കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ കോയൽ കിണറിൽ നിന്ന് വരും. ഇപ്പോൾ ഇവിടെ 2 സൈറ്റ് ഉണ്ട്, ഇവിടെ കിണറും ഉണ്ട് കോയൽ കിണറും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 2 വെള്ളം പിന്നെ ടാങ്കിൽ അവരെ പമ്പിങ് ലൈനിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ലബോറട്ടറി കൊണ്ടുപോയിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഈസി ആയിട്ട് വേണമെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എമർജൻസി ആയിട്ട് അതിലിപ്പോൾ ഒരു 18-20 ടെസ്റ്റുകൾ ഉണ്ടാവും. അതിൽ വെള്ളത്തിൻ്റെ ഫിസിക്കലി അറിയാം, വെള്ളത്തിൻ്റെ ചളി, പൊടി, മണം, അതുപോലെ തന്നെ കളർ മാറില്ല, മഞ്ഞ കളർ, ചുവപ്പ് കളർ, അല്ലെങ്കിൽ പലപ്പോഴും കോയൽ കിണറൊക്കെ ആണെങ്കിൽ വെളുത്ത കറ, കറുത്ത കറ, ഇങ്ങനെ അതുപോലെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഉണ്ടാവും. ഓരോന്നിനും സൊല്യൂഷൻസും വേറെ. നമുക്ക് പല അസുഖങ്ങൾക്കും എല്ലാത്തിനും ഒരു മരുന്നല്ലേ, അസുഖം ഏതാണോ അതിനനുസരിച്ചാണ് മരുന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെള്ളത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം കോയൽ കിണറിൽ മഞ്ഞ കളറുണ്ട്, അതുപോലെ ചളിയുണ്ട്, മണുണ്ട്, ഇരുമ്പുണ്ട്, അതുപോലെ കട്ടിപ്പൊക്കെ ഉണ്ട്. അതോടുകൂടെ തന്നെ പിന്നെ മേ ബി ഓപ്പൺ വെല്ലിലാകുമ്പോൾ അധികം ഹൈറ്റില്ലാത്ത ചിലപ്പോൾ കണ്ടാമിനേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാം. ഓപ്പൺ വെല്ലിൽ അധികം വെള്ളമില്ല, എന്തായാലും ഇത് രണ്ടും പാരലായിട്ട് ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാണ്, ഒരു സൈറ്റിൽ ആദ്യം നോക്കേണ്ട ഒരു കുടിക്കുന്ന വെള്ളം ഓക്കെ ആണെന്നുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ അത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പ്യൂരിഫയർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലെന്ത് ഇതിപ്പോൾ നമ്മൾ പിന്നെ കുപ്പിവെള്ളമൊക്കെ വാങ്ങൂലേ, കുപ്പിവെള്ളമൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക, മിനറൽ വാട്ടറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉള്ള വെള്ളമാണ് ഇതിലൂടെ നമുക്ക് ഔട്ട് കിട്ടുക. ഇത് റിവേഴ്സ് ഓസ്മോസിസ് പ്ലസ് ആറോ പ്ലസ് UV എന്ന് പറയും. UV പറഞ്ഞാൽ അണുക്കളെ കൊല്ലാണ്. ഈ അതിനോട് ബന്ധപ്പെട്ട 8ഓളം സ്റ്റേജസിലെ ഒരു പ്യൂരിഫയറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിലൂടെ എന്ത് ചെയ്യുന്നു, കുടിക്കുന്ന വെള്ളം ഒരു മണിക്കൂറിൽ 15 ലിറ്ററോളം വെള്ളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പക്ക മിനറൽ വാട്ടറിൻ്റെ ക്വാളിറ്റിയിൽ കിട്ടും. ഓക്കെ, ഇതെന്താ സംഭവം ഒന്ന് പറഞ്ഞുതരുമോ? ഇത് കുറേ പൈപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ചോദിക്കാണ്, നിങ്ങളിതൊന്ന് പറഞ്ഞേരി. ഇതേ നമുക്കൊക്കെ വെള്ളം കിണറ്റിൽ നിന്ന് എടുത്ത പരിപാടിയുള്ളൂ. പക്ഷേ വെള്ളം തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിൽ എത്രയോ വെള്ളം തിരിച്ച് കൊടുക്കാനും പറ്റും. പലപ്പോഴും പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഴവെള്ളം റീചാർജ് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് പാറ്റൻറ്റ് പെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഓൺ ഡിസൈനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് മഴവെള്ളം നമ്മളെ റൂഫിൽ നിന്ന് വരുന്ന മഴവെള്ളത്തിനെ ഈ 4-5 പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ പലപ്പോഴും കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മളെ മോഡലിൽ പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ വെള്ളത്തിലായിരിക്കും കൂടുതൽ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് പിന്നെ ക്ലിയർ ചെയ്ത് പോകും. അത് ഫിൽട്ടർ സിസ്റ്റത്തിലോട്ട് തന്നെ വരില്ല, എങ്കിലും ചെറിയ പെർസെൻറ്റേജ് ഒക്കെ വന്നേക്കാം. അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ബാക്ക് വാഷിംഗ് മഴവെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതിലുള്ള ചളി, പൊടി, അണുക്കളും കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതൊന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ വെല്ലുണ്ട്, താഴെ ബോർവെല്ലും ഉണ്ട്. ഇതിലോട്ട് 2 എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ല, കിണറ്റിക്ക് മാത്രമല്ലാതെ കോയൽ കിണറ്റിക്കും അങ്ങനെ പോകുമോ? കോയൽ കിണർക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ വെച്ചാൽ കോഴക്ക് നമ്മൾ പൊതുവെ നമ്മളെ കിണറിലും മറ്റുള്ളൊക്കെ കോയൽ കിണറിലൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, വെള്ളത്തിൽ മിനറൽസും മെറ്റൽസും കൂടിയിട്ട് മഞ്ഞക്കറ വരിക, വെളുത്ത കറ വരിക, മറ്റുള്ള ഈ സാധനങ്ങളൊക്കെ ഗ്രാജുവലി നന്നാവണില്ല. ആയുർവേദിക് മെത്തേഡാണിത്. ഇപ്പൊ ഫിൽറ്റർ വെക്കുക, പ്യൂരിഫയർ വെക്കുക എന്നുള്ളതൊക്കെ അലോപ്പതിയാണ്. അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പക്ഷെ അത് കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ഉണ്ടാവും. പക്ഷെ ഇതൊരു കൊല്ലൊക്കെ ആകുമ്പോൾ പതിയെ റിസൾട്ട് വരും. വെള്ളത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടും, ക്വാണ്ടിറ്റി മെച്ചപ്പെടും, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ മണ്ണിലോട്ടല്ല കൊടുക്കുന്നത്, പലപ്പോഴും മഴക്കുഴി എന്നുള്ള രീതിയിൽ മണ്ണിലോട്ട് കൊടുക്കും റീചാർജിങ്. ഇതല്ല, നേരിട്ട് കിണറിന്റെ അകത്തോട്ട്, കോയൽ കിണറിന്റെ അകത്തോട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിലോട്ട് എത്തുന്ന വെള്ളം പക്ക സയന്റിഫിക്കലി ശുദ്ധീകരിക്കപ്പെടണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റൂഫിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ വെള്ളത്തിൽ വന്നേക്കാം. ഇതുപോലെ നമ്മളെ ഫിൽറ്ററിലും മറ്റുള്ള ഫിൽറ്റർ ഉപയോഗിക്കുന്നു, അതിൽ ചളി, മഴ റീചാർജിന്റെ ഫിൽറ്ററിലാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നു, ചളിയാവുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. ശുദ്ധീകരിച്ച വെള്ളം ഈ ഒരു ലൈനിലൂടെ 2 റൂട്ടിലോട്ട് ഇവർക്ക് കിണറിലോട്ടും കൊടുക്കാം, താഴെ
കോയൽ കിണറിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോകുന്ന ലൈനിൽ ഒരു വാൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതിലോട്ട് മാത്രം കൊടുക്കാം, കോയൽ കിണറിലോട്ട് മാത്രം കൊടുക്കാം, അല്ല 2 വാളും തുറന്നിട്ടാലോ രണ്ടിലോട്ടും പോകും. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇങ്ങനെ 12ഓളം ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് മഴവെള്ളം റീചാർജ് ചെയ്യുന്ന സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. കാരണം അത് ചില സൈറ്റിൽ നമുക്ക് മണ്ണിന്റെ അഥവാ മുറ്റത്തിന്റെ അടി കൊടുക്കേണ്ടി വരും, ചിലയിൽ ടാങ്ക് ആയിരിക്കും. അതായത് ഒരു സൈറ്റിന് ഇത് പാറ്റന്റഡ് ആയിട്ടുള്ള ഡിസൈനെ നമ്മൾ 12ഓളം ഡിഫറെന്റ് ഡിസൈനുകളായിട്ട് നമ്മളൊരു റെഡിമെയ്ഡ് സാധനം കൊണ്ടുവരുന്നല്ല, ഇവിടേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ അഥവാ നമ്മളിപ്പോൾ ഈ റെസിഡൻഷ്യൽ മാത്രമല്ല കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയലൊക്കെ ആയിട്ടുള്ള വലിയ ബിൽഡിങ്ങുകൾക്കും മറ്റുള്ള ഫ്ലാറ്റുകൾക്കൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ടാങ്ക് പോലെ കെട്ടിയിട്ടൊക്കെ ചെറിയ ഇതിൽ പൈപ്പിലൊന്നും വെള്ളം താങ്ങൂല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം കൺസെപ്റ്റിനെ എല്ലായിടത്തും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് അല്ലേ. എന്താ ഇത്രയും വലിയ ഫിൽറ്റർ വെക്കാൻ കാരണം? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? നമ്മൾ ചെറിയ ഒരു വീടാവുമ്പോൾ ഇത് നമ്മളെ ബിൽഡിംഗ് ഒന്നും അല്ലല്ലോ, ഒരു വീടല്ലേ, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആവശ്യം വരുന്നുണ്ടോ ആക്ച്വലി? തീർച്ചയായിട്ടും ഓരോ സൈറ്റിലും ആ സൈറ്റിലുള്ള വെള്ളത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെ അവർക്ക് ആവശ്യമുള്ള പ്രഷറും അതുപോലെ എത്ര ബാത്റൂമുകളും മറ്റുള്ളതൊക്കെ വെച്ചിട്ടുള്ള ഒരു അറ്റ് എ ടൈമിൽ അവർക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ലൈനിൽ നിന്ന് എടുത്തിട്ട് 3 ലൈനിലോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. കാരണം സെപ്പറേറ്റ് ലൈനുകളായിട്ട് കൊടുക്കുമ്പോൾ ഇതിലെല്ലാത്തിലും അറ്റ് എ ടൈമിൽ എന്ത് വേണം, ഒരേ പ്രഷറിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ സൈറ്റിൽ ഇപ്പോൾ അവരുടെ ഓപ്പൺ വെല്ലും ഉണ്ട്, കോയൽ കിണറും, 4 ആ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് തീർക്കുന്നത്. ഒന്ന് ചളി, നല്ല ചളി ഉണ്ട് ഇവിടെ, ടർബിഡിറ്റി എന്ന് പറയും. 2 പിന്നെ ടേസ്റ്റ്, കളർ, ഓർഡർ, ഇങ്ങനെയുള്ള. 3ാമത് അയൺ പിടിക്കുന്ന. ഇത് 3 കൂടെ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യും. അതോടുകൂടി തന്നെ ഇവിടെ വെളുത്ത കറ വരുന്നുണ്ട്, കാൽഷ്യം ഹാർഡ്നെസ് കൂടുതലാണ് ഇവിടെ കോയൽ കിണറിൽ. അങ്ങനെ വരുമ്പോൾ ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇവിടെ സെപ്പറേറ്റ് ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇത് 1.5 ഇഞ്ച് ലൈനിൽ ആണ് ഇവിടെ 2 ഇഞ്ച് ലൈനിലും 1.5 ഇഞ്ച് ലൈനിലൊക്കെയാണ് ഇവിടെ ലൈനുകൾ വന്നിട്ടുള്ളത്. അത് ഇവിടെയൊക്കെ 2 ഇഞ്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിനിമം 1.5 ഇഞ്ചെങ്കിലും ഇല്ലേ അതിൽ സ്റ്റാർട്ടിങ് സൈസാണിത്. അല്ലെങ്കിൽ ഇതിലേറെ ചെറിയ ഫിൽറ്റർ ഇവിടെ കൊടുക്കാം വേണമെങ്കിൽ. അവർ നമ്പറൊക്കെ കുറവാണ്, പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ലൈനിലോട്ടൊക്കെ വരാനുള്ള പ്രഷർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കാരണം ഇവിടെ 2 ലൈനിലാണ് സപ്ലൈ നടക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ലൈൻ, ഇപ്പോൾ ഇത് 1 ഇഞ്ച് ലൈനാണ് ഈ വരുന്നത്. ഈ 1 ഇഞ്ച് ലൈനിലൊക്കെ നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ ബാക്ക് വാഷാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് ലൈനിലൊക്കെ കൊടുത്ത ഇത് എന്ത് ചെയ്യും, ഇവിടേക്ക് വരുമ്പോൾ ഔട്ടിൽ ലോഡ് കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരത്രയൊക്കെ നല്ല രീതിയിൽ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയും, അഥവാ ഈ കൗത്ത് ഇങ്ങനെ ചെറിയൊരു രീതി ഉണ്ടാകുമ്പോൾ പ്രഷർ കുറഞ്ഞേക്കാം. അതിന് പിന്നെ പ്രഷർ പമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിലേറെ എത്രയോ നല്ല എന്താണ് ഗ്രാവിറ്റിയിൽ ഈ ഒരു സൈസ് കൊടുത്താൽ നല്ല രീതിയിൽ. ഇതൊക്കെ എന്ന് വെച്ചാൽ മേ ബി ഇനിയിപ്പോൾ ഒരു 5-10 വർഷങ്ങളൊന്നും ഇതിൽ പ്രത്യേകിച്ച് റണ്ണിങ് കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതങ്ങനെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ഫിലോസഫി ഒന്നാണ്, ഇതിൻ്റെ ഫിലോസഫി മറ്റൊന്നാണ്. അപ്പോൾ ഇതിൽ അഫിനിറ്റി എന്ന് പറയും. ഈ ചളി, പൊടി, അതുപോലെ തന്നെ അണുക്കളും ഈ ഇരുമ്പ് മറ്റുള്ളതൊക്കെ ഇതിലുള്ള മെറ്റീരിയൽസുകൾ വലിച്ചെടുത്തിട്ട് ഇതിൽ സൂക്ഷിക്കും. നല്ല വെള്ളം മാത്രം പുറത്തോട്ട് വിടും. എന്നിട്ട് ബാക്ക് വാഷ് ചെയ്തിട്ട് ഈ ചളിവെള്ളത്തിലൂടെ ചളിവെള്ളം പുറത്തോട്ട് വിടും. അതായത് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കച്ചറകളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇരുന്ന് തേച്ചിറക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ബാക്ക് വാഷ് ചെയ്തിട്ട് പോയിക്കോളും. പൈപ്പ് ജസ്റ്റ് തുറന്നെടുത്ത് പൈപ്പ് പുറത്ത് ഈ ഒരു സിസ്റ്റത്തിലുള്ള ബാക്ക് വാഷും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ആ ചളിവെള്ളം പുറത്തോട്ട് പോയിക്കോളും. ഇതിലൊന്നും പിന്നെ അങ്ങനെ റണ്ണിങ് കോസ്റ്റ് ഒന്നുമില്ല. ഇതൊക്കെ നോൺ ഇലക്ട്രിക്കലാണ്. കാരണം ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇത് ഇറങ്ങുന്ന ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാ കറണ്ട് ഒന്നും വരുന്നില്ല. വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. വളരെ ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റും വാട്ടറും ഇതൊക്കെ എന്ന് പറഞ്ഞൊരു വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇന്നത്തെ പണ്ട് പറഞ്ഞാൽ ഇത് അത്രത്തോളം ഒരു വാല്യൂ ഇല്ലെങ്കിലും ഇന്ന് അത് അത്രയും വിലയാണ്. കാരണം ഓരോരുത്തർക്കും ഒരു 5 സെന്റോ 6 സെന്റോ ആണ് ഉണ്ടാവും. അതിൽ നമ്മൾ ഇതെല്ലാതും കൊള്ളിക്കണം. പക്ഷെ നമ്മൾ അത്രയും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാതും അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നന്നാവും. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ട് 7 സർവീസാണ്. 1 ഡിസൈൻ കൺസൾട്ടൻസി, 2 വാട്ടർ ടെസ്റ്റിംഗ്, 3 വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം, 4 വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം, 5 മഴവെള്ളം റീചാർജ് ചെയ്ത് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുന്ന സിസ്റ്റം, ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ പിന്നെ സ്വിമ്മിംഗ് പൂൾ ചെയ്യാം. സ്വിമ്മിംഗ് പൂള്
നമ്മൾ പല ടൈപ്പ് ഇൻഫിനിറ്റി, സ്കിമ്മർ, ഓവർഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് റെസിഡൻഷ്യലായിട്ടും കമേഴ്ഷ്യലായിട്ടുള്ള പൂളുകൾ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഈ സൈറ്റിലുള്ള വേസ്റ്റ് വെള്ളം വേണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് വരുന്ന ഓയിൽ വാട്ടർ, സെപ്റ്റിക് വാട്ടർ, നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന പിന്നെ സെപ്റ്റിക് വാട്ടർ, അതോടുകൂടെ തന്നെ നമ്മൾ വാഷ് മെഷീൻ എന്നൊക്കെ വരുന്ന കെമിക്കലുള്ള സോപ്പ് വാട്ടർ, ഇതെല്ലാം സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് അതിനൊരു 1-2 ടാങ്കിലോട്ട് കളക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനൊന്നും വീട്ടുകാരൊന്നും അതങ്ങനെ വെള്ളം നിറയുമ്പോൾ അതങ്ങനെ ഫിൽട്രേഷൻ നടന്ന് ചെടികളൊക്കെ നനക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഗാർഡനൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ചെടികളൊക്കെ നനക്കാനുള്ള വെള്ളം ഇവിടുത്തെ വേസ്റ്റ് വെള്ളമായിട്ട് ഉപയോഗിക്കാം. ആ ചെടികൾക്കുള്ള വളം ഇവിടുത്തെ ഭക്ഷണ വേസ്റ്റിൻ്റെ ബാക്കി കൊടുക്കാം. ആ വേസ്റ്റിക്കുള്ള വെണ്ണൂറ് ഇവിടെ തന്നെ കിട്ടും. ഇനി ഇവിടെ തന്നെ ഇപ്പോൾ ഈ വീടിനോട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പച്ചക്കറി ഗാർഡൻ പ്രത്യേകിച്ച് റണ്ണിങ് കോസ്റ്റും ഇല്ലാതെ അവർക്ക് നടക്കും. ഓട്ടോമാറ്റിക്കായി നനക്കലടക്കും ഇതും മറ്റുള്ളത്. ഇനി ഇവർക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇവരിപ്പോൾ താമസമല്ല ഇവിടെ, ഇനി താമസമാക്കുമ്പോൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു അക്വാപോണിക് സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മോട്ടറൊക്കെ വെച്ചിട്ട് എയറേഷൻ കൊടുത്തുകൊണ്ടുള്ള അക്വാപോണിക് സിസ്റ്റമാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഇത്ര സ്ഥലം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫുള്ള് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോണൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവിടുന്ന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലേറെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചൂടാവും. ഈ ഒരു ഏരിയ ചൂട് കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചൂടിനെ പച്ചപ്പ് വെച്ചിട്ട് തണുപ്പിക്കാനും പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ഇവിടെ അത്യാവശ്യം ലോണും മറ്റുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൽ കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ്, അതുപോലെ ഇപ്പോൾ ഈ ചുമരുകൾ, പിന്നെ നമ്മൾ ഈ മതിലുകളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് പച്ചക്കറികളൊക്കെ വളർത്താനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മണ്ണെണ്ണ വേണമെന്നില്ല, ഇത്തരം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു 12ഓളം സർവീസസ് ആണ് നമ്മൾ ഒരു വീടിനോട് ബന്ധപ്പെട്ട് മാത്രം കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കമ്പനികളും മറ്റുള്ള പൊല്യൂഷൻ ഫ്രീ ബിസിനസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വേറുണ്ട്. ഈ ഹോട്ടലുകൾ, അങ്ങനെയൊക്കെയുള്ള കമേഴ്ഷ്യൽ ഹോസ്പിറ്റലുകൾ മറ്റുള്ളവർക്കൊക്കെ ഉള്ള അതിനോട് ബന്ധപ്പെട്ട് ഈ വേസ്റ്റ് വെള്ളം ശുദ്ധീകരിക്കുക, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ വലിയ സാധനങ്ങൾ, ഡയാലിസിസ് സെൻറ്റേഴ്സ് മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട്. ഇനി കമ്പനികൾ, അപ്പോൾ കുപ്പിവെള്ള കമ്പനികൾ മറ്റുള്ള അങ്ങനത്തെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫുഡ് ഡ്രിങ്ക്സ് പോലുള്ള. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇത്രയ്ക്കേ ഉള്ളൂ ഈ സിസ്റ്റത്തിന് നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ പലപ്പോഴും പല ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ആദ്യത്തെ സമയത്ത് തന്നെ അതെല്ലാം ചെയ്യണം എന്നല്ല, ഘട്ടമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ കുറേ സൗകര്യങ്ങളാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുവരുമ്പോൾ ഞങ്ങൾ മണിക്കൂറുകൾ എടുത്തിട്ട് പറഞ്ഞു തരുന്നതിൻ്റെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പം നാളെ ഒരുപാട് ക്ലാസ് എടുത്ത് തന്നു, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അപ്പോഴൊന്നും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. പക്ഷെ എന്നാ അത്യാവശ്യമാണേനും പവറാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഓക്കെയാണ്, നമ്മൾ വീട്ടിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം ഓക്കെയാണ്. ഇവിടെ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്യുന്നു, മറ്റ് പ്രകൃതിക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സോളിഡ് വേസ്റ്റ് നമ്മൾ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എല്ലാ പൊല്യൂഷൻസും നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, പൊല്യൂഷൻ ഫ്രീ ഹോം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവുന്ന എല്ലാ വേസ്റ്റും നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു വേസ്റ്റേജും പുറത്തോട്ട് കൊടുക്കുന്നില്ല. അവർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വേസ്റ്റ് അങ്ങോട്ട് എത്തുന്നില്ല. അവരുടെ വെള്ളവും കാര്യങ്ങളൊക്കെ പക്കയാണ്. അവരുണ്ടാക്കുന്ന വേസ്റ്റും പുറത്തേക്ക് ഭൂമിക്ക് ശല്യമാകുന്നില്ല. എല്ലാം അവർ തന്നെ ഡീൽ ചെയ്യുന്നു. അതാണ് ബെറ്റ് പറയുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് പറയൽ, പൊല്യൂഷൻ ഏതായാലും സൊല്യൂഷൻ ഉണ്ട്, ബെറ്റ് വെക്കൂ എന്ന് പറയും. കാരണം നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് ബെറ്റ് എൻവിറോ കെയർ എന്നാണ്. ബെറ്റ് എൻവിറോ കെയർ. അപ്പോൾ ബെറ്റ്. ശരി, താങ്ക് യു. ഞങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിലും നിങ്ങളെ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിലൊക്കെ തീർച്ചയായും താങ്ക് യു. സന്തോഷം.